നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ശാരദമ്മയുടെ പൊന്നു മോളല്ലേ, വാ ഒരു ശക്കലം കഴിച്ചാ മതി. വേണ്ടെന്ന് പറഞ്ഞില്ലേ? സത്യേ സ്വസ്ഥതയും പോയി, മാനസികവും ശാരീരികമായിട്ട് തളർന്നു. ചുറ്റും നുണകൾ കൊണ്ടുള്ള കോട്ടയാ കോട്ട. അതിന്റെ നടുവിൽ ഞാന് ശ്വാസം കിട്ടാതെ കൈകാലിട്ട് അടിക്കുക. ഏതാ സത്യം ഏതാ നുണ ഒന്നും അറിയില്ല. ഒരുപാട് സംശയം കൊണ്ട് എനിക്കിനി ജീവിക്കാൻ പറ്റില്ല. ശാലിനി, സത്യ, അവളുടെ അച്ഛൻ അല്ലേ, ഇവർക്കെല്ലാം പിന്നിലുള്ള യഥാർത്ഥ സത്യം എനിക്കറിയണം. ഞാനും എന്റെ അമ്മയും ചോദിക്കുമ്പോഴൊക്കെ നീയും നിന്റെ കുഞ്ഞേച്ചിയും നിന്റെ അമ്മയും ഒക്കെ ഒളിക്കുന്ന രഹസ്യം അതെനിക്കറിയണം. അത് നിനക്കും അറിയാം, നിന്റെ കുഞ്ഞേച്ചിക്കും അറിയാം. പക്ഷെ നിങ്ങളൊന്നും പറയില്ല അല്ലേ? എന്റെ മരണം കാണാതെ നിങ്ങളൊന്നും പറയൂല. പറയില്ല. ഈ കുടുംബം ഉണ്ടല്ലോ, ഈ കുടുംബം തകർന്ന് തരിപ്പടാവാതെ നീ ഒന്നും വാ തുറക്കൂല. കാര്യം എന്താ അറിയോ? നീയൊക്കെ ഈ കുടുംബത്തിൽ വന്ന് കയറിയേക്കണതേ ഇത് തകർത്ത് ഇതിന്റെ അസ്ഥിവാരം തോണ്ടാൻ വേണ്ടിട്ടാ. അതെ, ഒരേ ഒരു അപേക്ഷയുള്ളൂ. ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറയണത് ഒന്ന് കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് തീരും. ഒന്ന് കൊഴഞ്ഞു വീണാ പോരെ. എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാ ആ കനലെറിയുന്നതിന് മുമ്പെങ്കിലും ഒന്ന് വന്ന് പറയാം. നിങ്ങൾ അമ്മയും മക്കളും കൂടിയിട്ടൊരു കുടുംബം വെണ്ണീറാക്കാൻ വേണ്ടിട്ട് മനസ്സിൽ സൂര്യ കൂട്ടി വെച്ചിരിക്കുന്ന യഥാർത്ഥ സത്യത്താത് ഒന്നും പറയണേ. എന്റെ ആത്മാവിനെങ്കിലും നിത്യശാന്തി കിട്ടിക്കോട്ടെ. ഞാൻ വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കുക. അതുകൊണ്ട് കാല് പിടിക്കുക. ഒന്ന് പറയോ? പറയില്ല. നിന്റെയൊക്കെ ഹൃദയം ഉണ്ടല്ലോ, അത് സാധാരണ മനുഷ്യന്റെ ഹൃദയമല്ല. ഈശ്വരൻ നിനക്കൊക്കെ വേണ്ടി കരിങ്കല്ലോണ്ടുണ്ടാക്കിയ ഹൃദയ. കരച്ചിൽ കണ്ടാലൊന്നും അത് അലിയില്ല, സങ്കടം കണ്ടാലും അത് അലിയില്ല. അത്രയ്ക്ക് മനസാക്ഷിയില്ലാത്ത വർഗങ്ങളാ നീയും നിന്റെ കുഞ്ഞേച്ചി, നിന്റെ തള്ളയും. നമിച്ചു മോളെ, നമിച്ചു. നമ്മളെ ഞാൻ പോവാ ഇനി. ഞാൻ എന്തിനാ ജീവിക്കണേ? ജീവിക്കേണ്ട കാര്യം കല്ലുകളാ, അമ്മയും മക്കളും എല്ലാം കല്ലി വർഗങ്ങള്. അമ്മയും തള്ളയും മക്കളും എല്ലാം കള്ളത്തരാ. അത്രേ ഉള്ളൂ. എല്ലാരും ചതിയവർ. ചതിച്ചു കൊല്ലു. എല്ലാരും എന്നെ കൊല്ലു. ചതിച്ചു.
ആ മോളെ ഭക്ഷണം എടുത്ത് വെക്കട്ടെ. ആ കുറച്ചുകൂടി നോക്കി തീരാനുണ്ടമ്മേ. അമ്മ സത്യം വിളിച്ചു കൊടുക്ക്. സമയത്തിന് കഴിക്കണ്ടേടി, കഴിച്ചിട്ടിരുന്ന് എഴുതാലോ. അമ്മേ കഴിച്ച പിന്നെ ഇത് തീർക്കാൻ പറ്റില്ല. നമ്മളെപ്പോലെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ആളുകളുടെ ആശ്രയമായത്. നമ്മളായിട്ട് അതിനൊരു തടസ്സം ഉണ്ടാക്കണ്ട. ഉം, അമ്മ സത്യം വിളിച്ചു കൊടുക്ക്. ഞാൻ അപ്പോഴേക്കും വന്നോളാം. ശരി. ആ ഇവിടെ എഴുത്താണല്ലോ. അമ്മ എന്തായാലും എഴുത്ത് കഴിഞ്ഞിട്ട് കഴിക്കൂ. ഇനി മോളുടെ അവസ്ഥ എന്താണാവോ. സത്യക്കുട്ടി, ചോറെടുത്ത് വെച്ചിട്ടുണ്ട്, വാ വന്ന് കഴിക്കേ. എനിക്ക് വേണ്ട. ഏ പിന്നെ ഞാനെന്തിനാ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ? അമ്മയ്ക്കിപ്പ വേണ്ട, മോൾക്കും ഇപ്പൊ വേണ്ടേ? ശരി, പിന്നെ എപ്പോ കഴിക്കും? എനിക്കിനി ചോറേ വേണ്ട. ഏ അത് ശരി, പിന്നെ എന്തോ കഴിക്കാൻ പോന്നേ? പട്ടിണി കിടക്കാൻ പോവാ. ഞാൻ പട്ടിണി കിടന്ന് ആർക്കും ഇവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ. മോളെ, പട്ടിണി കിടക്കാതിരിക്കാൻ വേണ്ടിയാ ചോറ് കഴിക്കാൻ വരാൻ പറഞ്ഞത്. വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട. അതെന്താന്ന് ഈ ചോദിക്കുന്നേ? ഇനി ഞാൻ എന്റെ അച്ഛൻ വന്നിട്ട് ഇവിടുന്ന് ഭക്ഷണം കഴിക്കൂ. ഓ, എന്നാ പിന്നെ നിരാഹാരം കിടന്നത് തന്നെ. സത്യമോളെ, കളിക്കാതെ വന്ന് ചോറുണ്ടേ, വാ. ഹ, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ. ഞാൻ കഴിക്കില്ല. ദേ വാശി കാണിക്കാതെ വന്ന് കഴിച്ചേ. എനിക്ക് ചോറ് വേണ്ടെന്നല്ലേ പറഞ്ഞേ. ഉഫ്, എന്റെ അച്ഛൻ വന്ന് ചോറ് വാരി തരാതെ ഞാൻ കഴിക്കില്ല. മോളെ, ഇത് വാശി കാണിക്കല്ലേ. ഇത് കേട്ടോണ്ട് അമ്മ ഇപ്പൊ വരുവേ. എനിക്കൊന്നും വേണ്ട. ശാരദമ്മയുടെ പൊന്നു മോളല്ലേ, വാ, ഒരു ശക്കലം കഴിച്ചാ മതി. വേണ്ടെന്ന് പറഞ്ഞില്ലേ. സത്യേ, എന്താ നീ കാണിച്ചേ? എന്താ നീ കാണിച്ചെന്ന് ചോദിച്ചേ? എനിക്ക് ചോറ് വേണ്ടെന്നല്ലേ പറഞ്ഞേ. അതിന് പഠിക്കുന്ന സാധനങ്ങളാണോ എടുത്ത് വലിച്ചെറിയുന്നേ? എന്റെ അച്ഛൻ വന്നില്ലെങ്കിൽ ഞാൻ ഇനിയും എറിയും. ഇനി നീ എറിയോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.